നമുക്ക് കിട്ടുന്ന എല്ലാ കുപ്പിമരുന്നുകളും ഇതുപോലെ ഷേക്ക് ചെയ്ത് യൂസ് ചെയ്യേണ്ടതുണ്ടോ? അതല്ലെങ്കിൽ ഇതുപോലെ ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന് ലേബൽ ചെയ്ത് വന്നിട്ടുള്ളത് മാത്രമാണോ അങ്ങനെ യൂസ് ചെയ്യേണ്ടത്? അതൊക്കെ പഠിച്ച് ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ 2 തരം മരുന്നിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. വലിയ വലിയ ബന്ധങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സിറപ്പ്, സസ്പെൻഷന്. ഇപ്പോൾ സിറപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ലായനി. അത് നമ്മൾ ഇളക്കാതെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ ഭാഗത്തും അതിന് മധുരം ഉണ്ടാവും. എന്നാൽ നമ്മുടെ നീർദോഷൻ്റെ ബാറ്റർ, അതാണ് സസ്പെൻഷൻ. അത് എന്ത് ചെയ്യും, നമ്മൾ ഇളക്കിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊടിയൊക്കെ അങ്ങനെ അടിയിൽ സെറ്റിൽ ചെയ്ത് കിടക്കുന്നുണ്ടാവും അല്ലേ, ഇങ്ങനെ ഊറി കിടക്കുന്നുണ്ടാവും. ഇതുപോലെയാണ് സസ്പെൻഷന് ആക്ട് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മരുന്നൊക്കെ അടിയിലേക്ക് ഇങ്ങനെ ഊറി കിടക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുക. ഒരു 5-10 സെക്കൻഡ് ഇങ്ങനെ ഷേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ഡോസ് പ്രോപ്പറായിട്ട് വരും. അതല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇളക്കാതെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓവർ ഡോസിങ്, അണ്ടർ ഡോസിങ്ങും ഒക്കെ നടക്കും. നമുക്ക് പിന്നെ മിക്സ് ചെയ്ത് കഴിക്കാനുള്ള ആൻറ്റിബയോട്ടിക്സും ഇങ്ങനെ തന്നെയാണ് കേട്ടോ, സസ്പെൻഷനാണ്. അതും നല്ലോണം ഇളക്കിയിട്ട് തന്നെ കഴിക്കണം. അതല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലേണ്ടി വരും. അപ്പോൾ ഡോക്ടർ നല്ലോണം കലക്കി ഒന്നുകൂടി തരട്ടെ എന്ന് ചോദിക്കും. വെറുതെ അതിന് നിൽക്കണ്ട, നല്ലോണം അങ്ങോട്ട് കുലുക്കിയിട്ട് കുടിക്കുക.